കണ്ണീരും കൈയും. താമിണ്ടണ്ട, ഞാൻ 5 വർഷം പാട്ട് പഠിച്ചത്. അതാണ് മുത്ത എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചായ ഇടാൻ പറയുന്നത്. ഇങ്ങനെ കളിച്ച പാട്ടാവൂല. ശ്രുതി പിടിച്ച് മോളാവോ കളിക്കല മോളെ. ഞാൻ കോടാലിക്കൈ വിറ്റ് സിനിമയ്ക്ക് പോയിട്ടുണ്ട്. ഞാനെപ്പോഴും ഡാഡിയുടെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അത് പക്ഷേ ഡിസംബറിൽ പോണം. ഡിസംബർ വേറെ ലെവൽ. വേറെ സീനുണ്ട് അവിടെ. പനിയും പടമ്പ് കണ്ണീരും കൈയും കണ്ണീരാൽ താനേ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ. അപ്പയുടെ സ്വന്തം. അതിനുശേഷം നമ്മൾ വാരണമായിരം ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാവോ? വീഡിയോ എടുക്കാൻ പോകുമ്പോ കുഞ്ഞാപ്പി വന്നിരുന്ന. അതെ, കുഞ്ഞാപ്പിനെയും കൊണ്ട് ഹായ് പറയാന്ന് വിചാരിച്ച്. കുഞ്ഞാപ്പി കുറെ നാളായി നിങ്ങളുടെ അടുത്ത് ഹായ് പറഞ്ഞിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അപർണ തോമസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എന്തായി എല്ലാവരുടെയും ക്രിസ്മസ് ന്യൂ ഇയർ വിശേഷങ്ങളൊക്കെ? ഹോപ്പ് യു ആർ ഹാവിങ് എ ഗ്രേറ്റ് ടൈം. ഓക്കെ, അപ്പം ഞങ്ങള് ഇന്ന് നമ്മളൊരു എന്ത് വീഡിയോ അയച്ചിട്ടു? നമ്മളുടെ ലെൻസ്മാൻ കുറച്ച് ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ആസ് യൂഷ്വൽ അവൻ 2-3 മാസത്തിലേക്ക് ചോദ്യങ്ങളുമായിട്ട് വരും. അവന്റെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ കപ്പിൾ IQ അല്ലല്ലോടാ, ഇത് IQ ആണോടാ? എന്ത് ടെസ്റ്റ് ചെയ്യാനാണ് അവന്? എന്ത് ടെസ്റ്റാടാ ലെൻസ്മാനെ? നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടാ. നാട്ടുകാർ മുഴുവൻ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫൺ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലാന്ന് എന്നോട് പറഞ്ഞു. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ 2 പേരുടെയും ഒപ്പീനിയൻസ് ഓരോന്നിനും പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. I don't like serious, but you know some situations demand us to be serious. കയ്യൊന്ന് മാറ്റും, എന്റെ കാല് വേദനയാ. ഗൈസ്, എൻ്റെ കുഞ്ഞാപ്പി 2023 നല്ല തീരുമാനം എടുത്ത് അതിൻ്റെ ഉള്ള തുടക്കം ആയിരിക്കുന്നു. അത് കുറച്ചുകൂടെ പോട്ടെ, എന്നിട്ട് ഞാനത് നിങ്ങളോട് പറയാം. എനിക്ക് ചിലപ്പോൾ പകുതിക്ക് നിർത്തിയാലോ. ഓക്കെ, സോ calling me like a bonda. ചോദിക്കൂ ചോദ്യങ്ങൾ. Okay, first question. What's a mistake that you have made that looking back you wouldn't change because of what it taught you? First Jeevajan. ട്രസ്റ്റിംഗ് പീപ്പിൾ. ട്രസ്റ്റിംഗ് പീപ്പിൾ അത് എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ആൾക്ക് നമ്മൾ മനുഷ്യരെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരെ വിശ്വസിക്കും എന്നുള്ള ചോദ്യമില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ എൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാർ നല്ലതാണെന്നും അവരെ വിശ്വസിക്കാനുമാണ് ഞാൻ പഠിച്ചത്. ചിലപ്പോൾ ഓൺ ദ ഗോ അവർ നല്ലതല്ലെന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തവരാണെന്ന് മനസ്സിലാകുമ്പോൾ ലൈഫ് അവരെ ഫിൽട്ടർ ചെയ്യും. അങ്ങനെ ലൈഫ് ഫിൽട്ടർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരെ. സോ ഞാൻ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഉദ്ദേശശുദ്ധി ലൈക്ക് നല്ലതായതുകൊണ്ട് ഐ ട്രസ്റ്റ് പീപ്പിൾ. അവർ അത് ഡിസേർവ് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ ട്രസ്റ്റ് അവർക്ക് ഡിസേർവ് ചെയ്യുന്നില്ലെങ്കിൽ ദേ ലീവ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പഠിച്ചു, ഡിപ്പെൻഡൻസി. ഐ ഷുഡൻറ്റ് ബി ഡിപ്പെൻഡിങ് ഓൺ സംബഡി എൽസ് എന്നുള്ള കാര്യവും കൂടെ ഞാൻ പഠിച്ചു. ബിക്കോസ് അതെന്ത് കാര്യമായാലും, ഞാനിപ്പോൾ റീസെൻ്റ്ലിയും കൂടെ ഒരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞേ ഉള്ളൂ, വാട്ട് എവർ ഇറ്റ് ഈസ് ഐ ഷുഡ് ഡു മൈ തിങ്സ് ഓൺ മൈ ഓൺ, പേഴ്സണൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്. അതിൻ്റെ ഏറ്റവും ചെറിയ എക്സാമ്പിൾ ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ജീവനോട് പറയാറുണ്ട് ദാറ്റ് ഐ എം വെരി ഡിപ്പെൻഡൻറ്റ് ഓൺ ജീവ ഫോർ സം മാറ്റേഴ്സ് ലൈക്ക് പേയിങ് ബിൽസ്, പിന്നെ ഇലക്ട്രിസിറ്റി, വാട്ടർ, അതിൻ്റെ കാര്യങ്ങൾ, ബാങ്ക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ജീവയാണ് നോർമലി ചെയ്യാറ്. അറ്റ് ടൈംസ് ഐ ഓൾസോ ഡിസ്കസ് വിത്ത് ഹിം ലൈക്ക് വാട്ട് ഇഫ് ടുമോറോ യു ആർ നോട്ട് ദെയർ, വാട്ട് ഇഫ് ടുമോറോ ഐ എം നോട്ട് ദെയർ. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് എന്നും ചെയ്യാൻ പഠിച്ചിരിക്കണം. യു ഷുഡൻറ്റ് ബി ഡിപ്പെൻഡിങ് anyone else, be it your work also, because tomorrow that person might leave from your life. അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ട്, നമ്മൾ ഉപേക്ഷിച്ച് പോവാം, മരിച്ചു പോവാം, വഴക്കിട്ട് പോവാം, പല റീസൺ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ
നമുക്കത് ചെയ്യാൻ പറ്റും, എന്നും നമുക്കത് ചെയ്യാൻ പറ്റും. യു ഷുഡന്റ് ബി ഡിപ്പെൻഡിങ് ഓൺ എനിബഡി എൽസ്. അതാണ് മുത്തേ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചായ ഇടാൻ പറയുന്നത്. അതല്ല, പക്ഷേ നീ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ആണല്ലേ അത്. ഓക്കെ, ഐ വാസ് ഡിപ്പെൻഡിങ് ഓൺ ഫ്യൂ പീപ്പിൾ, പക്ഷെ അതൊരു മിസ്റ്റേക്ക് അല്ല. പക്ഷെ ഐ വോണ്ട് ടു കറക്റ്റ് ദാറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഡിപ്പെൻഡന്റ്. ഇത് എത്രയേ ഉള്ളൂ, നമ്മളൊക്കെ മനുഷ്യരല്ലേ. അപ്പൊ നമ്മൾ ഒരാളെ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തു പോകും, നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാളെ ട്രസ്റ്റ് ചെയ്തു പോകും. നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത ആളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുമ്പോൾ നമ്മളെ മാറും. നമ്മൾ വിശ്വസിച്ച അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതെനിക്കൊരു മിസ്റ്റേക്ക് ആണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നി. പക്ഷെ അപ്പം ഞാനത് കറക്റ്റ് ചെയ്തു. പക്ഷെ അതിൽ നിന്ന് ഞാൻ പുതിയ ലെസൺ പഠിച്ചു. ഓക്കെ, 10 പോയിന്റ് കിട്ടി. മതി. ഇതെല്ലാം 5 മാർക്കിന് എഴുതിയാൽ മതിയല്ലോ. അഡീഷണൽ ഷീറ്റ് ഇല്ല. അഡീഷണൽ ഷീറ്റ് ഉണ്ട്. 3 മാർക്ക്. അഡീഷണൽ ഷീറ്റ് ഒക്കെ ഉണ്ട്. പറയുമ്പോൾ എല്ലാം ഓപ്പൺ ആയിട്ട് പറയണം, മുഖത്തടിച്ച പോലെ. Can you ask me the second question? Okay, second question. What's one thing you would tell your younger self to give them peace of mind? മറ്റുള്ളവർ പറയുന്ന കേൾക്കാം, പക്ഷെ ഒരുപാട് കേൾക്കരുത്. എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഡിസിഷൻസ്, നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എപ്പോഴും വേണം. കാര്യം അഭിപ്രായം പറയാൻ 100 പേരുണ്ടാവും. നമ്മളുടെ ടാലൻറ്റ്, നമ്മളുടെ കേപ്പബിലിറ്റി, നമ്മളുടെ തിങ്കിങ് പ്രോസസ്സ്, നമ്മളുടെ സാഹചര്യങ്ങൾ, നമ്മളൊരു കാര്യത്തിന് കൊടുക്കുന്ന ഇഷ്ടം, നമ്മളൊരു കാര്യത്തിനെ പേടിക്കുന്നത്, നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഡെപ്ത്, ഇതൊന്നും നമ്മളല്ലാതെ ലോകത്ത് ഒരാൾക്കും നമ്മുടെ വ്യാപ്തിയിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നുള്ളതൊരു സത്യമാണ്. എനിക്ക് നിൻ്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഒരാൾ പറയുന്ന അയാളുടെ നല്ല മനസ്സ്, പക്ഷേ നമ്മളുടെ വിഷമം നമ്മുടെ കാര്യത്തിൽ ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തുനിന്ന് ഒരു തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ നമ്മളല്ലാതെ വേറൊരാൾക്ക് നമ്മുടെ കാര്യത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാകും. ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യുന്നത് തെറ്റായിപ്പോയി, ഇത് ശരിയാകത്തില്ല, അത് അങ്ങനെയല്ല, അതിങ്ങനെയല്ല. എല്ലാം കേൾക്കണം. എല്ലാം കേട്ടിട്ട് നമുക്കത് അസസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആ ഡിസിഷൻ നമ്മളുടെ കയ്യിലായിരിക്കണം. ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയി പോകരുത്. നല്ല കാര്യങ്ങൾ എപ്പോഴും എടുക്കാം. ഓൾവേസ് ബി ഓപ്പൺ, ഓൾവേസ് ബി എ ലിസണർ. പക്ഷേ അത് വല്ലാതെ മറ്റേ ബാക്കി പോകരുത്. ഒത്തിരി കാര്യങ്ങൾ ഐ വുഡ് ടെൽ മൈ 3 മാർക്ക്. പക്ഷെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം ഞാൻ പറയും, ലിവ് ഇൻ ദ പ്രസന്റ്, ലിവ് ഇൻ ദ മൊമെന്റ്. ഡു നോട്ട് സ്ട്രെസ് അബൌട്ട് യുവർ ഫ്യൂച്ചർ. സ്റ്റിൽ ഐ വുഡ് ടെൽ ആളുകളോട്, പ്ലീസ് ഡോണ്ട് സ്ട്രെസ് അബൌട്ട് യുവർ ഫ്യൂച്ചർ. എവ്രിബഡി ഗോസ് ബിഹൈൻഡ് ഓരോരോ കാര്യങ്ങൾ, കാശ്, കാറ്, അത് ഇത് എല്ലാം. പക്ഷേ ടുമോറോ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് എ ഹോപ്പ്. വി തിങ്ക് ദാറ്റ് നമുക്ക് നാളെ ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷ മാത്രമാണ്. പക്ഷെ ചിലപ്പോൾ അത് ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ ആ പ്രതീക്ഷയിൽ നമ്മൾ ഇന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ടുഡേയ്സ് ഡേ ഈസ് ഗോൺ. ചിലപ്പോൾ ഇന്ന് നമ്മളുടെ ഏറ്റവും ബേസിക് ഒരു എക്സാമ്പിൾ ഞാൻ എപ്പോഴും ചിന്തിക്കും, എനിക്ക് കുറച്ചുകൂടെ എൻ്റെ പേരൻസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കാര്യം അവരിപ്പോൾ പ്രായമായിട്ടൊക്കെ വരുമല്ലേ, അപ്പം ഒത്തിരി അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അവരുടെ കൂടെയൊക്കെ എന്താ പറയുക, കുറച്ചുകൂടെ ഒന്ന് ലൈവ്ലി ആയിട്ടൊക്കെ നിൽക്കാനായിട്ടൊക്കെ എനിക്ക് ഇഷ്ടമാണ്. സോ all of those things I want to do in the present, thinking that I want to be more active in the present. അപ്പം നാളത്തെ കാര്യം ആലോചിച്ച് സ്ട്രെസ് ഔട്ട് ആകാതെ ഓൾവേസ് എൻജോയ് ആൻഡ് ലിവ് ഇൻ ദ മൊമെന്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഗുഡ്, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ. Describe a time when you truly stepped out of your comfort zone. അതുകൊണ്ടുണ്ട് എനിക്ക് പറയാനുണ്ട്. കാര്യം ഐ വാസ് എ ഞാൻ ടീറ്റോട്ടലറായിരുന്നു. പക്ഷേ കഴിഞ്ഞ കപ്പിൾ ഓഫ് മന്ത്സ് ആയിട്ട് അതിൽ നിന്നൊക്കെ ഞാൻ പുറത്ത് വന്ന് 1 ഇയർ ആയിട്ട് അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഞാൻ ഒക്കേഷണലി ചിയേഴ്സ് പറയാം. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ലിവ് ഇൻ ദ പ്രസന്റ്. ഞാൻ ഭയങ്കരമായിട്ട് ഫ്യൂച്ചർ അങ്ങനെ 1, 2 ഭയങ്കരമായിട്ട് നല്ല കുട്ടിയാണെന്നൊരു ഡൗട്ട്, 3 ഞാൻ ഇപ്പോൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ എൻജോയ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം. എല്ലാം. പിന്നെ നാളെ എൻ്റെ മോൻ അടിച്ചു വിളിക്കുന്ന കാണുമ്പം അല്ലെങ്കിൽ എൻ്റെ മോൾ അടിച്ചു വിളിക്കുന്ന കാണുമ്പോൾ വിഷമം വരരുതല്ലോ. നിൻ്റെ ഡാഡി ഇത് ചെയ്തിട്ടുണ്ട്, ഓക്കെ, നിൻ്റെ ഡാഡി ഒരു പൊളി മനുഷ്യനായിരുന്നു, അത്രയൊക്കെ ഉള്ളൂ. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. അതെ, ഞാനും കംഫർട്ട് സോൺ കുറേ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ കംഫർട്ട് സോൺ കൂടുതലും ബ്രേക്ക് ചെയ്യുന്നത് ഫോർ യുവർ ലവ്ഡ് വൺസ് ആണ് എൻ്റെ ലൈഫിൽ. ഇപ്പോൾ ചില സമയത്തൊക്കെ എവിടെയെങ്കിലും പോകണം, ഓക്കെ, ഫോർ എക്സാമ്പിൾ എവിടെയെങ്കിലും പോകണം, പക്ഷെ ആ സ്ഥലത്ത് എനിക്ക് പോകാനായിട്ട് വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ എല്ലാവരും കൂടെ പറയുകയാണ് നമുക്ക് അവിടെ തന്നെ പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, there you're breaking your comfort zone just to make your friends അല്ലെങ്കിൽ the other people happy. അപ്പം
നമ്മൾ അതിൻ്റെ കൂടെ ജെല്ലാവും. ദാറ്റ് ഈസ് വാട്ട് യു സേ ലൈക്ക് യുനോ ഒരു അഡാപ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, ഒരു ക്രൗഡായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് അഡാപ്റ്റ് ചെയ്യുമ്പം നമ്മളുടെ ഇഷ്ടങ്ങൾ അവരുടെയും ആവും, അവരുടെ ഇഷ്ടങ്ങൾ നമ്മുടെയാവും. സോ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള അധികം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ. ആനപ്പുറത്ത് കയറോ, സ്കൈ ഡൈവിങ് ചെയ്യോ, അല്ലെങ്കിൽ അങ്ങനത്തെ ബഞ്ചി ജമ്പിങ്ങും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സോ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ദീസ് അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസ്. ഐ ഹാവൻ ഡൺ മച്ച് ഓഫ് ദാറ്റ്, ബട്ട് ഓൾ ഓഫ് ദീസ് തിങ്സ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ടു മേക്ക് മൈ ലവ്ഡ് വൺസ് ഹാപ്പി. യാ. Okay. Next. When you envision, you guys, you both of you, when you envision your future, what's one thing that excites you the most? ഞാൻ പറയാം. എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പം ഇപ്പം ജീവയെ അറിയുന്ന ആൾക്കാരിൻ്റെ ഒരു 10 ഇരട്ടി, 100 ഇരട്ടി, 1000 ഇരട്ടി ആൾക്കാർ അറിയുകയും സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്ന, അവരാൽ സ്നേഹിക്കപ്പെടാൻ ഭാഗ്യം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഫ്യൂച്ചർ ഫുൾ ഓൺ എക്സൈറ്റ്മെന്റ് ഉള്ളൊരു കാര്യമാണ്. അതാണല്ലോ ഫ്യൂച്ചർ. അതാണല്ലോ ഫ്യൂച്ചർ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചർ ഇറ്റ്സ് ഓൾ എ ഹോപ്പ്. ടുമോറോ ഇസ് എ ഹോപ്പ്. അപ്പം ഭാവി എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി 5-10 വർഷമൊന്നും അല്ലെങ്കിലും അടുത്ത വർഷത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ആണ്. എങ്ങനെയായിരിക്കും കരിയർ, എങ്ങനെയായിരിക്കും പേഴ്സണൽ ലൈഫ്, എങ്ങനെയായിരിക്കും ഞങ്ങളുടെ ലൈഫ് ടുഗെദർ, നമ്മുടെ വീട് എങ്ങനെയായിരിക്കും, നമ്മളിനി പുതിയ വീട് മേടിക്കോ, പുതിയ കാർ മേടിക്കോ, പുതിയ ആൺകുട്ടിയായിരിക്കോ പെൺകുട്ടിയായിരിക്കോ, ലൈക്ക് നമ്മൾ ട്രാവൽ ചെയ്യോ, നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ആ സമയത്തുള്ളൊരു ബോണ്ടിങ്, ലൈക്ക് എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യൽ കാര്യങ്ങൾ എല്ലാം ആലോചിക്കുമ്പം എക്സൈറ്റ്മെൻ്റ് ആണ്. ലൈക്ക് ചിലപ്പോൾ നാളെ വിൽ ബി ഹാവിങ് സോ മെനി റാൻഡം ഫ്രണ്ട്ഷിപ്സ്. നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ റാൻഡംലി നമ്മൾ പുതിയ കുറേ ആളുകളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ തന്നെ ഇറ്റ് മേക്സ് ലൈഫ് വെരി എക്സൈറ്റിംഗ്. അപ്പം അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബോത്ത് ഇൻ മൈ പ്രൊഫഷണൽ ലൈഫ് ആൻഡ് ഓൾസോ പേഴ്സണൽ ലൈഫിലും ഞാൻ ഫ്യൂച്ചർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. Next. If you could take a year off to pursue something with no financial constraint, what would it be? നമുക്ക് ഒറ്റ ഉത്തരവായിരിക്കും. ട്രാവൽ. എനിക്ക് ഈ വേൾഡ് മൊത്തം ട്രാവൽ ചെയ്യണം വിതൗട്ട് തിങ്കിങ് അബൌട്ട് എനി ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. ഐ വോണ്ട് ടു ട്രാവൽ ടു ഡിഫറെൻറ്റ്. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം എനിക്ക് ഷിറ്റൂരിൽ നിന്ന് കിട്ടിയ ഒരു ഐറ്റമാണത് ട്രാവൽ. എൻ്റെ ട്രാവൽ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. കാട്ടിൽ പോവുക, ആനയെ കാണുക, കടുവയെ കാണാൻ പോവുക, ഇതൊക്കെയായിരുന്നു. അന്ന് പുറത്തോട്ട് ട്രാവൽ ചെയ്യാൻ ശീലിപ്പിച്ചത്, ഇഷ്ടം തോന്നിപ്പിച്ചത്. ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ട്രാവൽ ചെയ്യുന്നതാണ് ഇറ്റ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ദാറ്റ് യു ക്യാൻ ഗിഫ്റ്റ് യുവർ സെൽഫ്. അത് ഇറ്റ് ലിറ്ററലി ചേഞ്ചസ് യുവർ ലൈഫ്. You will learn a lot of things. You will meet new people. It will transform your life. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കും, അറിയും. അതൊന്നും ചെറിയ നോളജ് അല്ല. അതൊന്നും ഒരു സ്കൂളിൽ പോയി പഠിക്കാനോ കോളേജിൽ പോയി പഠിക്കാനോ പറ്റില്ല. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത്. സന്തോഷേട്ടൻ പറഞ്ഞ പോലെ ട്രാവലല്ല, നിങ്ങൾ എക്സ്പീരിയൻസ് കളക്ട് ചെയ്യാനാണ് പോകുന്നത് പുള്ളി പറയുന്ന പോലെ. പിന്നെ അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ട്രാവലിനോടുള്ള ഇഷ്ടം കൂടിയിട്ട് അത് ഡോക്യുമെന്റ് ചെയ്യാൻ മറന്നു. നല്ലൊരു സ്ഥലം കാണുമ്പോൾ അതിങ്ങനെ നോക്കി. ഓൾസോ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒത്തിരി കാശ് വേണമെന്ന്. അല്ല, ട്രാവൽ ചെയ്യണതിന് ലക്ഷങ്ങളും കോടികളൊന്നും വേണ്ട. ലക്ഷങ്ങളും കോടികളും കൊടുത്തും ട്രാവൽ ചെയ്യാം. ലക്ഷറി ട്രാവൽ മാത്രം. നമുക്ക് ഫ്ലൈറ്റിൽ പോകുന്നതിന് പകരം വേണമെങ്കിൽ ഇഫ് യു ഹാവ് മണി യു ക്യാൻ ഗോ ഓൺ എ പ്രൈവറ്റ് ജെറ്റ്. അത് രണ്ട് കാശായി അപ്പം തന്നെ. ചെറിയ എയർബിഎൻബിസിൽ സ്റ്റേ ചെയ്യാം. വലിയ മാൻഷൻ പോലത്തെ ഹൗസ് റെന്റ് ഔട്ട് ചെയ്ത് സ്റ്റേ ചെയ്യാം. ഇപ്പം ഫ്ലൈറ്റിൽ പോവാണെങ്കിൽ ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും എക്കണോമിയിലും പോവാം. കാലുവേന എടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. സോ അതുകൊണ്ട് ബേസിക് ആയിട്ട് ബാക്ക് പാക്ക് ട്രാവൽസ് വരെ ചെയ്ത് ഒത്തിരി എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ട്. സ്റ്റാർട്ട് വിത്ത് ഇന്ത്യ. ഫ്രം ഇന്ത്യ യു സ്റ്റാർട്ട് ആൻഡ് ദെൻ യു ഗോ ഇന്റർനാഷണൽ. 2024 എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ് അതാണ്. ചെറുതാണെങ്കിലും ചെറിയ ട്രാവൽ ഒരു വർഷം ഒരു ട്രാവലിനുള്ള രീതിയിലെങ്കിലും പ്ലാൻ ചെയ്യണം. അത് മസ്റ്റാണ്. എനിക്കൊരു അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ കാശൊന്നും ചിന്തിക്കാണ്ട്
ട്രാവൽ ചെയ്യുക. പക്ഷെ കാശ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, എന്നാലല്ലേ പോകാൻ പറ്റുള്ളൂ. അത് അവിടെ എന്തെങ്കിലും വന്നുകൊണ്ടിരിക്കണം, പക്ഷെ ട്രാവൽ ചെയ്യണം. എല്ലായിടത്തും ഷോപ്പ് ചെയ്യാൻ പറ്റും. ഷോപ്പ്, നല്ല ഫുഡ്, നല്ല കോഫി, നല്ല വ്യൂ ഉള്ള റൂം. 3 മാർക്ക് കഴിഞ്ഞു, 5 മാർക്കിന്റെ ചോദ്യമായി. Okay. അടുത്ത ക്വസ്റ്റ്യൻ. Is there a skill or hobby you have always admired from a distance but never tried? Skill or a hobby? You have never tried, but you Admired from distance. admired from distance. യെസ്, ഡാൻസ്. അതൊരു സ്കില്ല, ആടാ, അതൊരു സ്കില്ലാണ് അത്. സത്യം. ഡാൻസും പാട്ട് പിന്നെ നമ്മൾ ട്രൈ എങ്കിലും ചെയ്യാം. ഡാൻസ് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല, മനസ്സിലത് പറ്റത്തില്ല എന്ന് തോന്നുന്നുണ്ടായിരിക്കും. പിന്നെ ഞാനതിനെ പേട്ടത്തുള്ളൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പക്ഷേ ഡാൻസ് അത് കളിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ, അവർ കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് രണ്ടും ഉണ്ട്, ഡാൻസും ഉണ്ട് പാട്ടും ഉണ്ട്. ഈ ഡാൻസും പാട്ടും അത് ഭയങ്കര നന്നായിട്ട് അറിയുന്നതാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര നല്ല സ്കില്ലാണത്. അത് ദൈവം അനുഗ്രഹിച്ച് കിട്ടുന്ന സ്കില്ലാണ് ഡാൻസ്. മൈക്കിൾ ജാക്സനൊക്കെ ഡാൻസ് ചെയ്യുന്ന പോലെ ആർക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും? ഒന്നും വേണ്ട, നമ്മുടെ ഇന്ത്യൻ മറ്റേ കുട്ടിയില്ലടാ, ടീം നാച്ചിലൊക്കെ ഗേൾസ്, നമ്മുടെ തൊട്ടടുത്തുണ്ടല്ലോ റംസാൻ. ഓ യാ, റംസാൻ, ദിൽഷ, ഇവരുടെയൊക്കെ ഡാൻസ്, ദിൽഷയുടെയൊക്കെ, സാനിയ, ഇവരുടെയൊക്കെ ഡാൻസ് കാണുമ്പോൾ നമ്മളിരുന്ന് പറയാറുണ്ട്, ഓഫ് എന്ത് നന്നായിട്ടാ കുക്കു, ഇവരൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് നൈസായിട്ട് ഡാൻസ് ചെയ്യുന്നു. സോ യാ ഡാൻസ്. പിന്നെ പാട്ട് പിന്നെ എനിക്ക് ഓൾറെഡി അറിയാം. എന്നിട്ട് ഇങ്ങനെ കളിച്ച പാട്ടാവൂല. ശ്രുതി പിടിച്ച് മൂളാവോ? ശ്രുതി പിടിച്ച് മൂള്. താമിണ്ടണ്ട, ഞാൻ 5 വർഷം പാട്ട് പഠിച്ചത്. എന്നിട്ടാണ് കഴിഞ്ഞ ചലഞ്ചില് പാടാൻ പറഞ്ഞിട്ട് പാടാൻ വേണ്ട മോളെ. ഇപ്പം സബ്സ്ക്രൈബേഴ്സ് ആയി വരുന്നുള്ളൂ. കളിക്കല മോളെ 130 അല്ലേ നമുക്കിപ്പം, നേരെ സബ്സ്ക്രൈബിനെ വെറുപ്പിച്ചിട്ടുള്ള കളിയില്ല. കളിക്കല മോളെ, സബ്സ്ക്രൈബ് ചെയ്ത് കളിക്കല മോനെ. നീ ചോദിക്കടാ. If you could have one conversation with someone from your past, who would it be and what would you discuss? പാസ്റ്റ് പപ്പ. കാര്യം 9ാം ക്ലാസ്സിൽ വെച്ച് പോയതാണ്. അതിനുശേഷം കുറേ കാര്യങ്ങളുണ്ട് പറയാൻ, കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങളിൽ പുള്ളി ഉണ്ടായിരുന്നെങ്കിലെന്ന് തോന്നിയിട്ടുമുണ്ട്. അപ്പം അങ്ങനത്തെ ലൈഫിലെ കുറേ സ്റ്റേജസ് ഉണ്ടാവുമല്ലോ നമ്മുടെ. ഫിലിപ്സ് കണ്ടപ്പോൾ ചുറ്റും ആലോചിച്ചല്ലേ? ആലോചിച്ചോ ഇല്ലേ? സത്യം പറയണം, ആലോചിച്ചു. അതെപ്പോഴും അച്ഛൻ മകൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം വരുമ്പോഴും നമ്മൾ ചിന്തിക്കും. കാര്യം ഞാനൊരു പപ്പാസ് ബോയ് ആയിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കും. ലൈക്ക് പുള്ളി പോകുന്നതിന് ആഴ്ചകൾ മുമ്പ് വരെ ഞങ്ങൾ ഒരുമിച്ച് ജോലികൾ ചെയ്യും, ഒരുമിച്ച് കുക്ക് ചെയ്യും, ഒരുമിച്ച് കുളിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ. എനിക്ക് അങ്ങനെ പാസ്റ്റ് എന്നൊരു കോൺവെർസേഷൻ അങ്ങനെ ഒരാളൊന്നും ഇല്ലടാ. ഒരാളുണ്ടാവും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ആരെങ്കിലുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യുക. അതിലാണ്ട് ഇന്ന ആളൊന്നുമില്ല. ഇല്ല ഇല്ല, കുറേ പേരുണ്ട്. കുറേ പേരുണ്ടാവും. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 15, ആ ഒരു 25 പേരുന്നൊക്കെ ഇല്ല. അങ്ങനെ ആരുമില്ല, പ്രത്യേകിച്ച് ആരുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. If you had the power to change one law, policy or rule in the world, what would it be and why? അങ്ങനെ ചേഞ്ച് ചെയ്യാനാണ് ഒരുപാട് സാധനങ്ങളുണ്ട്. ഒത്തിരി റൂൾസ് ഉണ്ട്. ഒത്തിരി റൂൾസ് നമ്മളെല്ലാവരും പറയുന്നതാണ്. ഇപ്പം ഈ അടുത്ത് സത്യം പറഞ്ഞാൽ ഇപ്പം ന്യൂസ് തുറക്കാൻ മേല. ന്യൂസ് ഇവിടെ ഞാൻ ടി വി അങ്ങനെ ന്യൂസ് വെക്കാത്ത ഒരാളാണ്. പക്ഷെ എൻ്റെ മമ്മിയും ഡാഡി ഇവിടെ വരും ഇടയ്ക്കിടയ്ക്ക്. മമ്മിയും ഡാഡി വരുമ്പോഴാണ് ഇവിടെ ന്യൂസ് വെക്കുന്നത്. ടി വിയിൽ ന്യൂസ്, ഏഷ്യനെറ്റ്, മാതൃഭൂമി, മനോരമ ന്യൂസ് ഇതൊക്കെ വെക്കുന്നത്. എന്താ ഡാർക്ക് ന്യൂസ്, ഫുൾ നെഗറ്റീവ് ന്യൂസ് മാത്രമേ ഉള്ളൂ. അവിടെ കുട്ടി മുങ്ങി മരിച്ചു, ഇവിടെ കുട്ടി റേപ്പ് ചെയ്തു, അവിടെ കള്ളൻ വന്നു അമ്മേനെ തല്ലിക്കൊന്നു. അവർ നെഗറ്റിവിറ്റിയുടെ കൂമ്പാരമാണ് ന്യൂസ്. അപ്പോൾ പലയിടത്തും എനിക്ക് തോന്നാറുണ്ട് പുറത്തെ കൺട്രീസിലുള്ള സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. സൗദിയിലൊക്കെ റൂൾസ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്താൽ. ഒരു റൂള് മീൻലേക്ക് ഇത് തെറ്റ് ചെയ്താൽ അതിന് അനുസരിച്ചുള്ള ശിക്ഷ കിട്ടും എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അത്രേ ഉള്ളൂ. അത് കറക്റ്റാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ഒരു 3 എടുത്ത് പറയാം. റേപ്പ് കേസസ് വരുന്ന നമ്മുടെ നാട്ടിലെ കേസസിൽ എനിക്ക് സൗദിയിലെ റൂൾ ഇവിടെ വന്നാൽ കൊള്ളാമെന്നുണ്ട്. സൗദിയിലെ റൂൾ വന്നില്ലെങ്കിലും എത്രയും പെട്ടെന്ന് ഏറ്റവും നല്ല ശിക്ഷ എന്നുള്ളത് നടപ്പാക്കണം.
ഇതിപ്പോൾ എത്ര വർഷങ്ങൾ പോകും? അത് എനിക്കിവിടെ വന്നാൽ കൊള്ളാമെന്നുണ്ട്. പ്ലസ് ടാക്സസ് ഇച്ചിരി കൂടുതൽ പോലെ എനിക്ക് തോന്നാറുണ്ട്. ടാക്സ് കൂടുതൽ ഇപ്പം നമുക്ക് നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുക. നമ്മളെല്ലാവരും കടയിൽ പോയി സാധനം വാങ്ങിക്കുന്ന ആൾക്കാർ. നമ്മളൊരു 400 രൂപയുടെ ഒരു സാധനം നമ്മൾ പൈസ കൊടുത്ത് ആ സാധനം കിട്ടും, നമ്മളത് നോക്കും. 400 രൂപയ്ക്കുള്ളതുണ്ടോ, അല്ലെങ്കിൽ 100 രൂപയ്ക്കുള്ളതുണ്ടോ, 50 രൂപയ്ക്കുള്ളതുണ്ടോ നമ്മൾ നോക്കും. നമ്മളെല്ലാം വാങ്ങിക്കുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടാക്സ് നമ്മളൊന്നും ആക്ച്വലി കൊടുക്കുന്നില്ല. ടാക്സ് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ടാക്സ് കൊടുക്കുന്നത്. അവർക്ക് വേണ്ട ആ ടാക്സ് കൊടുക്കുന്ന അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ നല്ലൊരു കാർ വാങ്ങിച്ച് റോഡിലിറങ്ങും. എല്ലാവരും ചെറിയ കാറായിക്കോട്ടെ വലിയ കാറായിക്കോട്ടെ, അത് നമ്മൾ റോഡ് ടാക്സ് കൊടുത്ത് റോഡിലിറങ്ങി കഴിഞ്ഞാൽ അത് ഓടിക്കാൻ കൃത്യമായിട്ടുള്ള റോഡ് എല്ലായിടത്തും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലായിടത്തൊന്നും ഇല്ല. കുറച്ച് റോഡുണ്ടോയെന്ന് വെച്ചാൽ കുറച്ച് റോഡുണ്ട്. ആ കുറച്ച് റോഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അല്ല, ടാക്സസ് ഇൻഫാക്ട് ടാക്സസ് ആർ ടു മച്ച്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പം ടാക്സ് ഫ്രീ കിട്ടണം. പുറത്തെ കൺട്രീസിൽ അങ്ങനെ കിട്ടും, നമ്മൾ പേ ചെയ്യും, പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് ആ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടാക്സ് ഫ്രീ. എല്ലാത്തിനും ടാക്സ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ 23% ഗവൺമെൻറ്റിന് പോകുന്നുണ്ട്. അപ്പോൾ മേക്ക് ഷുവർ നമുക്ക് കൃത്യമായിട്ടുള്ള റോഡ്സ്, കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസ്, ട്രാവൽ ചെയ്യാൻ നല്ല പബ്ലിക് ട്രാൻസ്പോർട്ട്, എത്രയിടത്ത് ടോയ്ലറ്റ്സ് ഉണ്ട്, പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ട്, എത്രയിടത്ത് വേസ്റ്റ്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ചുമ്മാ ഇറങ്ങി പുറത്തോട്ട് നടക്കുക, നിങ്ങളുടെ കയ്യിലൊരു മുട്ടായി കടലാസ് ഉണ്ട്, അത് നിങ്ങൾക്ക് എത്ര പബ്ലിക് വേസ്റ്റ് ട്രാഷിൽ കളയാൻ പറ്റും. ഞങ്ങളൊരു ദിവസം ഇറങ്ങിയതാണ് ഇവിടുന്ന് കാക്കനാട്, ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അവിടെ നമ്മൾ കാക്കനാട് ഇറങ്ങിയിട്ട് ഞങ്ങൾ എത്ര അടുത്ത് നോക്കിയെന്നറിയാം. ഇവിടെ ഒരുപാട് മാരക പ്രശ്നങ്ങൾ നടക്കുന്നൊന്നും ആർക്കും വേണ്ട. ചെറിയൊരു എന്താ പറയുക, ഹെൽമെറ്റ് വെച്ചില്ല എന്നും പറഞ്ഞ്, ഐ മീൻ ഹെൽമെറ്റ് വെച്ചാൽ ചെറുതല്ല, എന്നാലും സേഫ്റ്റി ഇഷ്യൂ ആണ്. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഓവറായിട്ട് നമ്മളിവിടെ ഇതാക്കും. പക്ഷെ എന്നാൽ ഭീകര പ്രശ്നങ്ങളൊക്കെ ആരെങ്കിലും മണ്ടക്കിടാൻ നോക്കാതെ അവരൊരു പ്രശ്നം കൈകാര്യം ചെയ്താൽ. അപ്പൊ അങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് ലോസ് മാറ്റാറുണ്ട്. നെക്സ്റ്റ്, what's something you have never done but feel you would be good at? ഡ്രിഫ്റ്റിംഗ്. കാർ ഡ്രിഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു യെസ്, ഐ തിങ്ക് സോ. പക്ഷേ അത് ഒന്ന് രണ്ട് തവണ ചെയ്തിട്ടുള്ളൂ. പ്രോപ്പർ റോഡ്സ് കിട്ടാത്തതുകൊണ്ട് ഐ തിങ്ക് ഐ എം ഗുഡ് അറ്റ് ഇറ്റ്. ഐ തിങ്ക് ഡ്രൈവിംഗിൽ ഐ എം ഓൾസോ ഗുഡ്. നൗ ഐ എം എ വെരി ഗുഡ് ഡ്രൈവർ. You have never done. Oh, I have never done. Appo you can't say drifting. You have proper done. drift alla. But you would be good at. Yeah. I think I'll be a good pilot. ഞാൻ പഠിച്ച് പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഞാനൊരു നല്ല പൈലറ്റ് ആയിരുന്നേനെ. ബിക്കോസ് ഐ എം നോട്ട് സ്കെയർഡ് ഓഫ് ഹൈറ്റ്സ്. എനിക്ക് ഹൈറ്റ് ഒരു പ്രശ്നമേ അല്ല. ആൻഡ് ഓൾസോ ഐ ലവ്, just like you know, I love traveling also and I love aircrafts. So ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു പൈലറ്റ് ആയാനേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ലതിങ്ങനെ ആനിമലിനെ പോലെ ഓടിക്കുന്ന പൈലറ്റ് അല്ല കേട്ടോ, ആ പൈലറ്റ് അല്ല. ഓടാതെ വെറുതെ കുളിച്ചൊക്കെ സാരിയൊക്കെ കൊടുത്ത് ഇല്ല. ബട്ട് സ്റ്റിൽ ഞാനൊരു നല്ല പൈലറ്റ് ആയിരുന്നേ. What do you think? ആയിരിക്കും നല്ലൊരു പൈലറ്റ്. ഇല്ലേ, നല്ല പൈലറ്റ് ആകാൻ പറ്റും. ഇല്ലേ, നല്ല യൂണിഫോം ഒക്കെ ഇട്ട് ചിക്ക് പൈലറ്റ്. ചിക്ക് പൈലറ്റ്. കറക്റ്റ്. എന്റെ ഫ്ലൈറ്റ് വരണ്ടേ? വരില്ല. ഏതാ ഫ്ലൈറ്റ്? ആരാ ക്യാപ്റ്റൻ? അമ്മേ, ഒന്ന് ആലോചിച്ച്. മെട്രോ പിടിച്ചു വന്നോളാം. ഇല്ല, ഞാൻ പൈലറ്റ്, അതായത് ഞാൻ കമാൻഡർ ഇൻ ചീഫ്, ജീവ ഫസ്റ്റ് ഓഫീസർ. ഞങ്ങൾ ഷിറ്റ് പിടിച്ചിരുന്നോ? ഞാൻ സ്പീഡിൽ പറത്തു. If a movie were made about your life so far, what would be its most unexpected twist? Unexpected twist. ഞാൻ ജീവനെ കല്യാണം കഴിക്കില്ല. അതായിരിക്കും ഞാൻ ചതിച്ചിട്ട് കടന്നു കളയും. ഞാൻ എൻ്റെ മൂവി ആക്കുവാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു കിഡാണ്, ഭയങ്കര അടിപൊളി, അങ്ങനെ വന്ന് ഞാൻ ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത് ചിലപ്പോൾ വിരാട് കോഹ്ലിനെ ആയിരിക്കും. അപ്പൊ അതിന്റെ വിഷമത്തിൽ ഞാനൊരു എവർ ടൈം ബാച്ചിലർ ആയിട്ട് ഒരു പ്ലേ ബോയ് ആയി മാറുന്നതായിരിക്കും. എപ്പോഴും കുറെ ചിക്സ് ഒക്കെ ആയിട്ട് ചുമ്മാ പൊളിച്ചു കിടക്കുന്ന ഒരു ഡാൻ ബിൽസേറിയൻ. ജീവ ഡാൻ ബിൽസേറിയൻ. ഞാൻ എന്റെ വിരാട് കോഹ്ലിനെ കല്യാണം കഴിക്കുന്നത്. ഗൈസ്, ഇപ്പൊ ഞാൻ ഐ എം ഒബ്സെസ്ഡ് വിത്ത് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സേ ഹായ്. എന്നിട്ട് എനിക്ക് സ്നേഹിച്ചൂടെ? ഒബ്സെഷൻ ആയിക്കൂടെ? തിരിച്ചു ഞാൻ മുംബൈയിലോട്ട് അയാളുടെ വീട്ടിൽ ചെന്ന് കയറുന്നില്ലല്ലോ. തിരിച്ചു കിട്ടാത്ത സ്നേഹം എന്നും മനസ്സിലാണ് വിങ്ങിക്കൊണ്ടിരിക്കുക. നെക്സ്റ്റ്. Okay, അടുത്തത്. If you could immerse yourself in a new culture or way of life for a year, where and how would you choose to live? I want to live in Dubai. I want to have a culture of
ലൈക്ക് യു നോ വെരി ചിൽഡ് ലൈഫ്, ഭയങ്കര ലക്ഷറി ഒരു ലൈഫ്. ജോലി പറഞ്ഞിട്ടില്ല, കൾച്ചറാ ചോദിച്ചേക്കുന്നത്. കൾച്ചർ ആൻഡ് വേ ഓഫ് ലൈഫ്. വേ ഓഫ് ലൈഫ്, ഗുഡ് ലൈഫ് സ്റ്റൈൽ, പോഷ് ലൈഫ് സ്റ്റൈൽ. ദുബായ് നല്ല, ദുബായ് ആണ് എനിക്ക് നല്ല ഒരു ആ കാർ ഏതാടാ, ഒന്നിലെ പോഷെ അല്ലെങ്കിൽ മറ്റേ ബെന്റ്ലി ഒക്കെ, ആസ്റ്റൺ മാർട്ടിൻ ടൂ മച്ച് ആടാ, ബെന്റ്ലി ഒക്കെ ഓടിച്ച് നടക്കുന്ന ഒരു നല്ല ദുബായ് ചിക്ക്. എനിക്ക് ദുബായ് കൺട്രി മാറിയ കൊള്ളാന്നുണ്ട്. ദുബായ് മാറിയിട്ട് കുറച്ചൊരു ഒരു തണുത്ത സ്ഥലം, മഞ്ഞല്ല, അസർബൈജാൻ വേണ്ട, കുറച്ച് പാരീസ് നല്ലതായിരിക്കും. So that I can, roam around Paris, പിന്നെ Parisian girls. താഴെ പോയിട്ട് ഡാൻ ബിൽസെറിൻ ആണല്ലോ. ഓ ഡാൻ ബിൽസെറിൻ, പാരീസിൽ ഡാൻ ബിൽസെറിൻ. താഴെ പോയിട്ട് കോഫി ഒക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോ ഹായ്, you want to join me? ഞാൻ ദുബായിലാണ്, ലക്ഷറി ലൈഫ് സ്റ്റൈലാണ്. പാമില് എനിക്കൊരു നല്ല വില്ലയുണ്ട്, 4 BHK ഒക്കെ വില്ലയുണ്ട്, ബുർജിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. സോ ആ ലൈഫാണ്, ആ കൾച്ചറാണ് എനിക്ക് വേണ്ടത്. അതിപ്പോ ഒരു എമിറാത്തി ആയിട്ട് ജനിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സ്ട്രിക്റ്റ് എമിറാത്തി വേണ്ട. സ്ട്രിക്റ്റ് എമിറാത്തി വിടില്ല. എനിക്ക് ചൂസ് ചെയ്യാം. If you are in Dubai, you have to live like Dubai culture. അപ്പൊ വേണ്ട, ദുബായ് കൾച്ചർ ഇസ് ഓക്കെ. പക്ഷേ I don't want to be born in a family that is super strict and very conservative. ഞാൻ പാരീസിൽ ചില്ല് 11 കോഫി കുടിക്കും, വർക്ക്ഔട്ടിന് പോകും, എന്നിട്ട് ചുമ്മാ കാറെടുത്തൊക്കെ പുറത്തോട്ട് പാരീസ് ഗേൾസ് private island. What's a story from your childhood that you have never shared? ജീവൻ അപർണയിച്ചെടുത്ത്, അപർണയിച്ച് ജീവന്റെ അടുത്ത്, but you think about it often. ഓഫ്റ്റൻ പറയും. കറക്റ്റാ നീ പറഞ്ഞത്. പറയാത്ത കഥ. ഞാൻ കോടാലിക്കൈ വിറ്റ് സിനിമയ്ക്ക് പോയിട്ടുണ്ട്. വീട്ടിൽ കോടാലി ഉണ്ടല്ലോ, അപ്പൊ കോടാലിയുണ്ട്, കുന്താലിയുണ്ട്, മമ്മട്ടിയുണ്ട്. മമ്മട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, വീതി ഉണ്ടായിരിക്കും. ഓക്കെ, കൂന്താലി അതിന്റെ ഒരു ഹാഫേ കാണുള്ളൂ. കോടാലിക്കായിരിക്കും വെയിറ്റ് കൂടുതൽ. അപ്പൊ കോടാലി കമ്പേന്ന് അതേപോലെ ഇളക്കി കൊണ്ട് വിറ്റു. ആ ഇരുമ്പിന്റെ പൈസയ്ക്ക് സിനിമ കാണാൻ പോയിട്ടുണ്ട് ഞാൻ. അത് വീട്ടിലുള്ള തിരിച്ചു വന്നപ്പോ തന്നെ പൊക്കി. പടം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ മമ്മിയുടെ കയ്യിൽ നിന്ന്, അന്ന് മമ്മ പുറത്താ, മമ്മിയുടെ കയ്യിൽ നിന്ന് എൻ്റെ പൊന്നു, എനിക്ക് തോന്നുന്നു അമ്മച്ചി മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് വരെ പറഞ്ഞു, എൻ്റെ കോടാലി കൈ വിറ്റ് സിനിമയ്ക്ക് പോകാനാ നീ എന്ന്. അത് സിനിമയെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ ഞാനത് ആലോചിക്കാറുണ്ട്. ഞാനെപ്പോഴും ഡാഡിയുടെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. വെരി ഗുഡ്. ഡാഡിയുടെ പോക്കറ്റിൽ ഞാൻ ഡാഡിക്ക് ഒരു ചെറിയ ഒരു വാലറ്റ് ഉണ്ട്, ഒരു കുട്ടി വാലറ്റ് ഉണ്ടാവും ഷർട്ടിന്റെ പോക്കറ്റിൽ. അപ്പോൾ ഡാഡിയുടെ ഷർട്ട് ഇങ്ങനെ ഹാങ്ങറിൽ കിടപ്പുണ്ടാവും. അപ്പോൾ വാലറ്റ് അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. മമ്മി ആരും ഇല്ലല്ലോ എന്ന് തിരിഞ്ഞൊക്കെ നോക്കിയിട്ട് വാലറ്റ് എടുത്തുമ്പോൾ നോക്കുമ്പം കുറേ നോട്ട്സ് ഉണ്ടാവും. എന്നുവെച്ചാൽ അട്ടിക്കല്ല, കുറേ നോട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം മാറി അറിയില്ല. അപ്പം ഞാനൊരു 100 എടുക്കും. ചില സമയത്ത് സാലറി കിട്ടിയ വീക്ക് ആകുമ്പോഴത്തേക്കും 500-ൻ്റെ ഒക്കെ ഉണ്ടാവും ഡാഡറിയിൽ. എടുക്കും, ഒരെണ്ണം എടുത്തിട്ട് അറിയാത്ത പോലെ തിരിച്ചു വെക്കും. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ്ലി ഒത്തിരി എടുത്തിട്ടുണ്ട്. എന്നെ പൊക്കിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല. എന്നെ ആക്ച്വലി പൊക്കിയിട്ടില്ല, പക്ഷേ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വളരെ വിദഗ്ധമായി സ്റ്റബേണായിട്ട് നിന്ന് നോ ഞാൻ കണ്ടില്ല, ഞാൻ അടുത്തിന്റെ ഡാഡറിയിൽ ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്ന് ഞാനൊരു കള്ളിയല്ല, വെല്ലോടത്തും പോയിട്ടൊന്നും ഞാനിത് ചെയ്തിട്ടൊന്നുമില്ല. എന്റെ ഡാഡിയുടെ പോക്കറ്റിൽ നിന്ന് മാത്രമേ പോക്കറ്റ് മണിക്ക് വേണ്ടി എടുത്തിട്ടുള്ളൂ. ഞാൻ വേറെ എവിടെ ചെന്ന് ചോദിച്ചാലും ഒരിക്കലും ഞാനൊരു മോഷ്ടാവല്ല. ഈയിടെ എനിക്ക് ഏറ്റവും ഡിജിറ്റൽ ഇന്ത്യയുടെ എനിക്ക് എപ്പോഴാണ് എനിക്ക് ഒരു സന്തോഷം തോന്നുന്നത്. സത്യം, ഇപ്പൊ ഒന്നും ക്യാഷ് ഒന്നും ആരുടെയും കയ്യിലില്ല. ഇല്ല, സത്യം. ഭാഗ്യം. നീ എനിക്ക് വേണ്ടി ഒരു 500 പോലും ഞാൻ 10 രൂപ പോലും എന്റെ പേഴ്സ് വെച്ചിട്ടില്ല. വയ്യാത്തോണ്ടേ പിന്നെ
പക്ഷെ എൻ്റെ നോട്ട് കൃത്യമായിട്ട് എനിക്കറിയാം. ഒരു നോട്ട് മാറിയ അയ്യോ ഒരു വട്ടം മാറിയാ എനിക്കറിയാം. ഞാൻ ഇങ്ങനെ പിടിക്കട്ടെ. അടുത്ത Okay, അടുത്ത question. രണ്ട് question കൂടി ഉള്ളൂ ട്ടാ. If you could teleport to any place in the world at this very moment, Okay. where would you go and why? At this moment At this moment. കൂടുതൽ ആലോചനയൊന്നുമില്ല. ഈ മൊമെന്റിൽ പോവാണെങ്കിൽ ഞാൻ അസർബൈജാൻ. നല്ല കിടിലം തണുപ്പായിരിക്കും ഇപ്പോൾ അവിടെ. ഈ മൊമെന്റ് ഞാൻ പോവാണെങ്കിൽ ഈദർ ലണ്ടൻ ഓർ ന്യൂയോർക്ക് ഓർ ഓസ്ട്രിയ വിയന്ന. ബിക്കോസ് ഇപ്പം ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതും ക്രിസ്മസ് മാർക്കറ്റ്സ് ഒക്കെ ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്ന 3 സ്ഥലങ്ങളാണ് ന്യൂയോർക്ക്, ലണ്ടൻ ആൻഡ് വിയന്ന. സോ ഐ വാണ്ട് ഗോ ടു ദീസ് 3 പ്ലേസസ്. ന്യൂയോർക്ക്, ഐ വാണ്ട് ഗോ ടു ന്യൂയോർക്ക് ഇൻ ഡിസംബർ. പക്ഷെ ന്യൂയോർക്ക് ഡിസംബറിൽ മാൻ, നിങ്ങൾ ന്യൂയോർക്കിൽ പോണം ഡിസംബറിൽ. അത് പക്ഷെ ഡിസംബറിൽ പോണം. ഡിസംബർ വേറെ ലെവലാണ്. വേറെ സീനുണ്ട് അവിടെ, പനിയും പടമ്പ് കപ്പൽ. അങ്ങനെ നമ്മൾ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. If you could send a message to the entire world and have them listen, what would you say? What a message? A message. പറഞ്ഞോ. Say no to toxicity, stay positive. Yeah. Say no to toxicity. But you don't say no. You are very like you know. എന്റെ നോ ഇതാ. എന്റെ നോ ഇതാ. Okay. Learn to say no. പല ആൾക്കാരും നോ പറയുന്നതിന് പല രീതിയുണ്ട്. യുവർ രീതിയല്ല എൻ്റെ രീതി, യുവർ രീതിയല്ല എൻ്റെ രീതി. സോ അത്രേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ രീതി നോ പറഞ്ഞു, ഞാൻ പറയത്തില്ല ഇതെല്ലാം ഇങ്ങനെ പറയണം, ഞാൻ പറയില്ല. നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് നോ പറഞ്ഞു, പക്ഷെ എൻ്റെ രീതിക്ക് ഞാൻ നോ പറയുള്ളൂ. അതിൽ ഇടപെടരുത്. ആൻഡ് യെസ് പ്ലീസ് പോസിറ്റിവിറ്റി പ്ലീസ് തരൂ. ആവശ്യത്തിനും അനാവശ്യത്തിനും തരൂ. അധികമായാൽ വിഷമല്ലാത്ത ഒരേ ഒരു സാധനമാണ് പോസിറ്റിവിറ്റി. Okay. And please respect everybody, love everybody, have fun, enjoy your life. Enjoy your life. Take care of your loved ones. Do your own thing. Just don't interfere in other people's lives. Do your own business. Mind your own business. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാണ്ട് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. സ്വന്തം കാര്യം ചെയ്തിട്ട് തീരുന്നില്ല. എക്സാക്ട്ലി, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. അതെനിക്ക് എന്നോട് തന്നെ പറയാനുള്ളത് അത് തന്നെയാണ്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ബാക്കിയുള്ളവരുടെ കാര്യം തന്നെ നോക്കുന്നത്. ഡു യുവർ ഓൺ തിങ്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്, ബട്ട് ഓൾവേസ് ലേൺ ടു ലവ്, റെസ്പെക്ട് ആൻഡ് ട്രീറ്റ് പീപ്പിൾ ഇൻ എ ഗുഡ് വേ. ബി എ ഗുഡ് ഹ്യൂമൻ. അത്ര പറയാനുള്ളൂ. ബി എ ഗുഡ് ഹ്യൂമൻ. നമ്മളെല്ലാവരും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആണ്. വെറും മനുഷ്യരാണ് നമ്മൾ. വെറും മനുഷ്യർ. പെണ്ണ് ആണെന്നൊന്നുമില്ല, അതൊക്കെ വിട്ടേര്. വെറും മനുഷ്യർ. അത് വാട്ട് എവർ ജെൻഡർ യു ആർ ഇൻ, മെയിൽ, ഫീമെയിൽ, LGBTQIA കമ്മ്യൂണിറ്റി, എവറിബഡി, നമ്മളെല്ലാവരും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മനുഷ്യരാണ്. സോ ട്രീറ്റ് എവറിബഡി ലൈക്ക് ഹ്യൂമൻ. നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമല്ലേ, ജീവ നേരത്തെ പറഞ്ഞ പോയിന്റ്, മാറി നടക്കുക. ആ ആളുടെ അടുത്ത് നിന്ന് മാറി നടക്കുക. അയാളെ ഹേർട്ട് ചെയ്യാൻ പോവാതിരിക്കുക. അല്ലേ ജീവ എനിക്ക് എപ്പോഴും അത് പറഞ്ഞു തരാം. അയാളെ നമ്മളൊന്നും ഹേർട്ട് ചെയ്യണ്ട. അയാളെ കുറിച്ച് ഇപ്പം ഇടയ്ക്ക് ഞാൻ പറയും എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ ജീവ പറയും വേണ്ട അങ്ങനെ പറയണ്ട എന്ന് പറയും. അത് എനിക്ക് അറിയാം, അത് നല്ലൊരു ഇതാണ്. ബിക്കോസ് നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ സ്റ്റേ അവേ ഫ്രം ദാറ്റ് പേഴ്സൺ ആൻഡ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഞാൻ അതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ ആ ആളോടുള്ള ഇഷ്ടക്കേട് നമ്മൾ എത്രയും പ്രകടിപ്പിക്കുന്നു അത്രയും നമ്മുടെ ഉള്ളിലെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും. എനിക്കാളെ ഇഷ്ടമല്ല അതിനെപ്പറ്റിയേ മറന്നേക്കുക. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ക്രിസ്മസ് വരുക, കേക്ക് കഴിക്കണ്ടേ, വൈൻ കുടിക്കണ്ടേ, നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യണ്ടേ. അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. അതിന് പകരം നമ്മുടെ പിന്നെന്താ പാതയിൽ പോയിട്ടേ ഇരിക്കണം. 2024 നമ്മൾ ബുക്ക് വായിക്കും. നമ്മളല്ല ജിമ്മിൽ പോകും, ജിമ്മിൽ പോകും, ഡയറ്റ് ചെയ്യും. അത് 2024 അല്ല, ഞാൻ അതിന് മുമ്പ് ഉണ്ടായിരുന്നു, അതിന് ശേഷമുണ്ട്. പക്ഷേ ബുക്ക് വായന എനിക്ക് അത്ര അതിനുള്ള ക്ഷമയില്ല. എനിക്ക് വായിക്കണമെന്നുണ്ട്, എനിക്ക് നല്ല ആഗ്രഹമുണ്ട് 2024. സോ ഗായ്സ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ 2023 നല്ലൊരു വർഷമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു.
2024 അങ്ങനെ ആവട്ടെ. 2023 എനിക്ക് നല്ലൊരു വർഷമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ 2023 എന്നുള്ളത് ഞങ്ങൾ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. 2023 നമ്മളുടെ ഒരു റീകളക്ഷൻ, ദ ഹോൾ ഇയർ നമ്മളൊന്ന് റീകളക്ട് ചെയ്തിട്ട് ഒരു ഷെയർ I have to talk about revelations. ഓക്കെ. സോ 2023 കുറിച്ച് നമ്മൾ പിന്നെ സംസാരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദീസ് 15 ക്വസ്റ്റ്യൻസ്. കുറേ Thank you, Lensman. താങ്ക് യു ലെൻസ്മാൻ. എവിടുന്ന് ചെറിയതാണേലും രസമായിട്ടുണ്ട്. ഞാൻ മെൻഷൻ ചെയ്യും. IB നമ്മൾ IB കൊടുക്കുമല്ലേലും, നമ്മൾ ആർക്കും IB കൊടുക്കാതിരിക്കാറില്ല. സോ അതുകൊണ്ട് നല്ല 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറച്ചുകൂടെ നല്ല ഡീപ്പായിട്ട് ആലോചിച്ച് കുറച്ച് ആൻസേഴ്സ് പറയാൻ പറ്റി. അപ്പം മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു എവറിബഡി. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പ്ലീസ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഗിവ് എ തംസ് അപ്പ്. പിന്നെ പോകുന്ന വഴിക്ക് ബെല്ലൊന്ന് നിർത്തിയത് മണിയടിക്കട്ടെ. വേണ്ട. ബൈ.